കോഴിക്കോടും ഇന്നൊരു ഷോക്കേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നു. വൈകുന്നേരം 3:30 കൊയിലാണ്ടിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിക്കുകയായിരുന്നു. 65-കാരിയായ ഫാത്തിമയാണ് മരിച്ചത്. ഇപ്പോൾ ഫാത്തിമയുടെ മകൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് അതെപ്പോഴും ഞങ്ങൾ പറയല അവരോട് അത് മുറിക്കണം എന്നുള്ള, പക്ഷെ അവർ അന്നേരം ഒന്നും കേട്ടില്ല. പക്ഷെ അവർ മുറിക്കാന്നുള്ള മനോരോട് ഇതുവരെ ചെയ്തില്ല. അപ്പം ഇന്ന് പെട്ടെന്ന് ഇത് മരം വീണിട്ട് ലൈൻമേലേക്ക് വീണപ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും പുറത്തതിനുള്ളത്. എൻ്റെ രണ്ടാമത്തെ അനിയത്തെ ഇവിടെ ഉള്ളത്. പിന്നെ ഓള് കരഞ്ഞ് ആൾക്കാരെ കൂട്ടിയപ്പോൾ എല്ലാവരും ഓടി വന്നതാണ്. അപ്പോഴത്തേക്ക് ഉമ്മ വീണ് പോയിക്ക് നിലത്ത് അമ്മൽ തട്ടിയിട്ട് ഇമ്മൽ വീണ് പോയിക്ക് നിലത്ത് വീണ് പോയിക്ക് ചളിയിൽ. പിന്നെ എല്ലാവരും കൂടി അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് കോളേജിലേക്ക് കൊണ്ടുപോകണം. അത്ര സമയമായിട്ടേ ഉള്ളൂ. ഈ മരം വീണ ശബ്ദം കേട്ടിട്ടാണോ ഉമ്മ പുറത്തേക്ക് വന്നത്? അതെനിക്ക് അറിയില്ല. മരം വീണ ശബ്ദം കേട്ടിട്ടാണ് ഒരു പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമില്ല, പരാതിയൊന്നുമില്ല. പക്ഷെ ഇവരോട് ഇങ്ങനെ പറയലുണ്ടായിരുന്നു, ഈ വീട്ടുകാരോട് ഇങ്ങനെ മുറിക്കണം എന്നുള്ളത്. പക്ഷെ അവര് ചെയ്തില്ല. വീടിന് മുകളിലേക്കൂടെയുള്ള ലൈനാണല്ലേ? ആ, വീടിന് മുകളിലേക്കുള്ള ലൈനാണ്. ഇല്ല, അത് ഒരു പറഞ്ഞിനു ഇതിൻ്റെ മുന്നേ അത് മാറ്റണം എന്നുള്ളത് വീടിൻ്റെ മേലെ കൂടെ ആയതുകൊണ്ട്. പക്ഷെ അന്നേരം എല്ലാവരും കൂടി ഒത്ത് കുറേ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇത് സംഭവിച്ചത്. ഈ ലൈൻ വീണ് ഉമ്മ വന്ന് ഇത് എടുത്തു നോക്കും, എങ്ങനെ എന്താ സംഭവിച്ചത്? മരം ഒച്ച കേട്ടിട്ട് വന്നതാണ്. വന്നപ്പോൾ ചില മരം ഇങ്ങനെ ലൈൻ തൂങ്ങി നിന്നപ്പോൾ അത് അറിയാണ്ട് ഇങ്ങനെ പിടിച്ചു പോയതാണ്. പിന്നെ വീണതാ കേട്ടത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനിയത്തി വന്നിട്ട് ഓള് കരഞ്ഞ ആൾക്കാരെ വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാവരും ഓടി വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞു. അത്ര ടൈമായിട്ടുള്ളൂ. വീട്ടിൽ ആ സമയത്ത് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ ലാസ്റ്റ് അനിയത്തിൻ്റെ ചെറിയ മക്കളാണ്. പിന്നെ വാപ്പ സൂക്കല്ലായിട്ട് പുരയിലിരിക്കുകയാണ്. പിന്നെ അയൽവാസികളൊക്കെ ഓടി വന്നിട്ട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ഫാത്തിമയുടെ മരണം. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഇവര് നിരന്തരം ഈ മരം വെട്ടി മാറ്റാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് KCB-യോടാണോ അടുത്ത വീട്ടുകാരോടാണോ? എന്താണ് ഇപ്പോൾ ഫാത്തിമയുടെ മകൾ പറയുന്നത്? പക്ഷെ തീർച്ചയായും ദാരുണമായ മരണം തന്നെയാണ്. അടുക്കളയുടെ ഭാഗത്താണ്, വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്താണ്, തൊട്ടടുത്ത് തന്നെയായുള്ള ഈ മരത്തിൻ്റെ കമ്പാണ് ഈ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് പൊട്ടി വീണത്. വീടിൻ്റെ മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. 3:20 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണം, അതുപോലെ ഈ മരത്തിൻ്റെ കമ്പ് വെട്ടി മാറ്റണം എന്നൊരാവശ്യം വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അത് KCB-യിൽ രേഖാമൂലം വന്നവരെ അറിയിച്ചതല്ല. പക്ഷേ അയൽക്കാരോടും ഇപ്പം ഈ കുടുംബത്തിൽ ബന്ധുക്കളൊക്കെ തന്നെ പരസ്പരം സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഉച്ചയോടുകൂടി അത്യാവശ്യം ഒരു ശക്തമായൊരു മഴയുണ്ടായിരുന്നു. സാമാന്യം നല്ല കാറ്റും വീശി. ആ സമയത്താണ് ഇതിൻ്റെ കമ്പ് ഒടിഞ്ഞു വീണത് എന്നാണ് ഇവരെല്ലാവരും തന്നെ പറയുന്നത്. ഈ ശബ്ദം കേട്ടാണ് ഫാത്തിമ വീടിന് പുറത്തേക്ക് വരുന്നത്. അബദ്ധത്തിൽ ഈ വൈദ്യുതി ലൈൻ കയ്യിലെടുക്കുകയുമായിരുന്നു. പെട്ടെന്ന് തന്നെ ബാക്കി അയൽവാസികളൊക്കെ ചേർന്ന് ഓടിക്കൂടി ഏറെ പാടുപെട്ടാണ് ഈ വൈദ്യുതി ലൈൻ അവരുടെ കയ്യിൽ നിന്ന് വെടിയിപ്പിച്ചത്. പക്ഷേ പിന്നീട് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തിയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് വിവരങ്ങൾ നൽകുന്നത്.